എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പ് 2026ന്റെ സൂപ്പർ 8ലെ 50ാം മത്സരത്തിൽ ശ്രീലങ്കയെ തകർത്തെറിഞ്ഞിട്ടും പാകിസ്ഥാന്റെ ക്യാമ്പിൽ ഇന്ന് മുഴങ്ങുന്നത് കൂട്ടക്കരച്ചിലുകളാണ്. പല്ലക്കിലയിലെ മനോഹരമായ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ശ്വാസമടക്കി പിടിക്കേണ്ട ആ ചരിത്ര പോരാട്ടത്തിൽ പാകിസ്ഥാൻ വമ്പൻ വിജയം നേടിയെങ്കിലും ആ വിജയം അവർക്കൊരു വിലാപമായി മാറിയിരിക്കുകയാണ്. സെമിഫൈനലിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനായി ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങിയ പാക് പടയ്ക്ക് ഒടുവിൽ കറാച്ചിയിലേക്കുള്ള മടക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് ലോകം മുഴുവൻ. എന്നാൽ മത്സരശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പാക് നായകൻ സൽമാൻ അലി ആകെ വിളിച്ചു പറഞ്ഞത് ക്രിക്കറ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിളർക്കുന്ന ഒരു വൻ ബോംബാണ്. പാകിസ്ഥാന്റെ ഈ ദയനീയമായ പുറത്താകലിനു പിന്നിൽ ഇന്ത്യയുടെ വളരെ കൃത്യമായ ഗൂഢാലോചനയാണെന്നും ഇന്ത്യയാണ് തങ്ങളുടെ ഈ ഗതികേടിന് കാരണമെന്നും സൽമാൻ ആരോപിച്ചപ്പോൾ ലോകം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. മൈക്ക് കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് വിജയത്തിന്റെ ഒരു തരി വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. പകരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിന്റെ കുടിയ നിരാശയും കടുത്ത അമർഷവും ആ വാക്കുകളിൽ ആളിക്കത്തുകയായിരുന്നു. ടോസ് നേടിയ ശ്രീലങ്കൻ നായകൻ ദസുൻ ഷാനക പാകിസ്ഥാനെ ബാറ്റിംഗിനയച്ചപ്പോൾ ലങ്കൻ ബൌളർമാരുടെ സർവനാശമാണ് പല്ലക്കേലയിൽ അരങ്ങേറിയത്. വെറുമൊരു ബാറ്റിംഗ് ആയിരുന്നില്ല അത്, റൺസുകളുടെ ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തന്റെ പഴയ വിശ്വരൂപം പൂണ്ട ഫക്കർ സമാൻ വെറും 42 പന്തുകളിൽ നിന്ന് 84 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ സ്റ്റേഡിയത്തിന്റെ ഓരോ കോണിലും പന്ത് ചെന്ന് പതിക്കുകയായിരുന്നു. ആ വിനാശകരമായ ഇന്നിംഗ്സിൽ 9 പടുകൂറ്റൻ സിക്സറുകളാണ് പിറന്നത്. സാഹിബ്സാദ ഫർഹാന്റെ 10 റൺസും അവസാന ഓവറുകളിൽ ഉസ്മാൻ ഖാൻ നടത്തിയ വെടിക്കെട്ടും കൂടിയായപ്പോൾ 20 ഓവർ അവസാനിക്കുമ്പോൾ പാകിസ്ഥാൻ സ്കോർ ബോർഡിൽ 211 റൺസ് എന്ന ഒരു ഹിമാലയൻ ലക്ഷ്യം പടുത്തുയർത്തി. പക്ഷേ പാകിസ്ഥാന്റെ യഥാർത്ഥ യുദ്ധം റൺസുകളോടായിരുന്നില്ല, മറിച്ച് നെറ്റ് റൺ റേറ്റിനോടായിരുന്നു. സെമിഫൈനലിൽ പ്രവേശിക്കാനുള്ള ഗണിതശാസ്ത്രപരമായ സമവാക്യം വളരെ ക്രൂരമായിരുന്നു. അവർക്ക് മത്സരം ജയിച്ചാൽ മാത്രം പോരായിരുന്നു, മറിച്ച് ശ്രീലങ്കയെ കൃത്യം 147 റൺസിനുള്ളിൽ എറിഞ്ഞൊതുക്കുകയും വേണമായിരുന്നു. ലങ്കൻ സ്കോർ 148 എത്തിയാൽ പോലും പാകിസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് ന്യൂസിലൻഡിന് താഴെയാകുമെന്നും അവർ ലോകകപ്പിൽ നിന്ന് പുറത്താകുമെന്നും ഉറപ്പായിരുന്നു. പാക് ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ അവർ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. അബ്രാർ അഹമ്മദ് തന്റെ മാന്ത്രിക ബൌളിംഗിലൂടെ 3 സുപ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി ലങ്കയുടെ മധ്യനിരയുടെ നട്ടല്ലൊടിച്ചെങ്കിലും ലങ്കൻ ബാറ്റർമാർ നടത്തിയ പ്രത്യാക്രമണത്തിൽ വെറും 12.3 ഓവറിൽ തന്നെ അവർ 104 റൺസ് കടന്നതോടെ പല്ലക്കലെ സ്റ്റേഡിയത്തിൽ മരണസമാനമായ നിശബ്ദത തളം കെട്ടി. പാകിസ്ഥാന് ഇനി ശ്രീലങ്കയെ 147 ഒതുക്കാൻ കഴിയില്ലെന്ന് അതോടെ വ്യക്തമായി. വിജയം അരികിലുണ്ടായിട്ടും സെമിഫൈനൽ ടിക്കറ്റ് അവരുടെ കൈകളിൽ നിന്ന് എന്നേക്കുമായി വഴുതിപ്പോയി. ഈ ഹൃദയഭേദകമായ പുറത്താകലിനു ശേഷമാണ് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ആ വിവാദ പ്രസ്താവന നടത്തിയത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ വിജയം ഏതൊരു വലിയ തോൽവിയേക്കാളും ഞങ്ങൾക്ക് കടുത്ത വേദനയാണ് നൽകുന്നത്. 147 റൺസിനുള്ളിൽ ശ്രീലങ്കയെ ഒതുക്കുക എന്ന പ്ലാൻ ഞങ്ങളുടെ ബൌളർമാർക്ക് ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നു പറഞ്ഞ സൽമാൻ പിന്നീട് രോഷമണ പൊട്ടി ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചു. ഇന്ന് ലോകത്തിന് മുഴുവൻ അറിയാം, ലോക ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കുള്ള വമ്പൻ സ്വാധീനവും അവരുടെ കുടിലമായ രാഷ്ട്രീയവും കാരണമാണ് ശ്രീലങ്കയിലെ ഈ ജീവനില്ലാത്ത പൊടി നിറഞ്ഞ വേഗത കുറഞ്ഞ പിച്ചുകളിൽ ഞങ്ങൾക്ക് ഈ നിർണായക മത്സരങ്ങൾ കളിക്കേണ്ടി വന്നതെന്ന്. ഇതൊരു ന്യൂട്രൽ വേദിയായ ഓസ്ട്രേലിയയിലോ ദക്ഷിണാഫ്രിക്കയിലോ ദുബായിലോ ഉള്ള ഫാസ്റ്റ് പിച്ചുകളിലായിരുന്നു നടന്നതെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഫലം മറ്റൊന്നായിരുന്നു. ഇന്ത്യ അവരുടെ അധികാരമുപയോഗിച്ച് ഏഷ്യൻ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കുകയും ഞങ്ങളെ മനഃപൂർവ്വം ഈ ചതിക്കുഴിയിൽ തള്ളിയിടുകയുമാണ് ചെയ്തത്. ഇത് ഗ്രൗണ്ടിലെ തോൽവിയല്ല, പുറത്തുനിന്ന് ഞങ്ങളെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യ നടത്തിയ വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. സൽമാന്റെ വാക്കുകൾ തീപ്പൊരി പാറുന്നതായിരുന്നു. എന്നാൽ ഈ കടുത്ത ആരോപണങ്ങൾക്കിടയിലും സൽമാൻ ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ കൂടി വേദനയോടെ സമ്മതിക്കുകയും ചെയ്തു. എത്ര മോശം പിച്ചുകളാണെങ്കിലും അവിടെ എങ്ങനെ കളിക്കണമെന്നും വഴി കണ്ടെത്തണമെന്നും ഇന്ത്യൻ ടീമിന് നന്നായി അറിയാം. ആ കലയും മാനസിക കരുത്തും ഞങ്ങളും അവരിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടിയിരുന്നു. സിംബാബ്വേയോട് ഞങ്ങൾക്ക് നേരിട്ട ആ നാണം കെട്ട തോൽവിയും ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ വരുത്തിയ ബാലിശമായ തെറ്റുകളുമാണ് സത്യത്തിൽ ഞങ്ങളുടെ സമവാക്യങ്ങളെല്ലാം തകർത്തത്, അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു നിർത്തി. സൽമാൻ അലി ആഗയുടെ ഈ സ്ഫോടകമായ പ്രസ്താവന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാക് ആരാധകർ ഇത് തങ്ങളുടെ ടീമിനോട് ഇന്ത്യ കാണിച്ച കൊടും ചതിയാണെന്ന് വിശ്വസിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരും മുൻ ക്രിക്കറ്റ് താരങ്ങളും ഇതിനെ പാകിസ്ഥാന്റെ സ്ഥിരം ന്യായീകരണ തൊഴിലാക്കി പരിഹസിച്ചു തള്ളുകയാണ്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ കാണിച്ച അലംഭാവത്തിന്റെയും ബൌളിംഗ് ഫീൽഡിംഗ് പിഴവുകളുടെയും വിലയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പല്ലക്കലയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നിൽ ശരിക്കും ഇന്ത്യയുടെ ഗൂഢാലോചനയുണ്ടോ? അതോ സ്വന്തം ടീമിന്റെ ദയനീയമായ വീഴ്ചകൾ മറച്ചുവെക്കാൻ പാക് ക്യാപ്റ്റൻ ഇന്ത്യയെ വെറുതെ പഴിചാരുകയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക.
ഈ വീഡിയോയും ഇന്നത്തെ മത്സരത്തിന്റെ ആവേശകരമായ വിശകലനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ക്രിക്കറ്റിന്റെ വിസ്മയിപ്പിക്കുന്ന വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.